അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ അറബിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന യുടെ ഖുത്ബ തർജ്ജമയിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റമദാനിൻ്റെ വളരെ ഔന്നത്യമുള്ള ദിനരാത്രങ്ങളിൽ നമ്മോട് ഖുത്ബ പ്രതിപാദിക്കുന്ന വിഷയം മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, അവിടുത്തെ സഹോദരങ്ങൾ, അവരുടെ ജീവിതത്തിലെ വലിയ പാഠങ്ങൾ നമ്മോട് ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ ഷഹ്റു തഖ്വ വൽ ഇഹ്സാൻ, ഭയഭക്തിയുടെയും അനുസരണയുടെയും നന്മയുടെയും മാസമാണ് റമദാൻ. വസ്സബ്രി അലാ ത്വാഅത്തി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനകൾ എടുക്കാൻ, അനുസരണ കാണിക്കാൻ ഏറ്റവും ക്ഷമ കൈകൊള്ളേണ്ട മാസവുമാണ് റമദാൻ. ഇന്നഹു മൻ യത്തഖി, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ആരെങ്കിലും റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. വയസ്ബിർ, ക്ഷമ കൈകൊള്ളുകയും ചെയ്താൽ, ഫൈനല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹുവായ റബ്ബുൽ ഇസ്സത്ത്, ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ, ഒരു നന്മ ചെയ്യുന്ന ആളുകളുടെ നന്മയും അവരുടെ പ്രതിഫലവും അല്ലാഹു പാഴാക്കി കളയില്ല. കൃത്യമായി അല്ലാഹു കൊടുത്തു വിട്ടുന്ന യജമാനും രാജാവുമാണ്. ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ മാസത്തിൽ, പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമാണല്ലോ, ഖുർആനിൻ്റെ മാസത്തിൽ നാം ഇന്ന് നിലകൊള്ളുന്നത്, ഇന്ന് ഈ ഖുത്ബയിൽ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ഒരു സൂറത്താണ്, അഥവാ സൂറത്ത് യൂസുഫ്. അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ ലഅല്ലക്കും തഅഖിലൂൻ. അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ. അറബി ഭാഷയിലുള്ള ഖുർആൻ നാം അവതരിപ്പിച്ചു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് നാം ചരിത്രം പറഞ്ഞു തരട്ടെ. അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് യൂസുഫ്, അതിൻ്റെ അർത്ഥങ്ങളും അതിലുള്ള ഉള്ളടക്കങ്ങളും അതിലുള്ള പാഠങ്ങളും വളരെ വളരെ അത്ഭുതകരമാണ്. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് ഓതുമ്പോൾ അവസാന സഫിൽ നിൽക്കുന്നവർ വരെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. സുബ്ഹി നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് ഓതിയാൽ പൂർത്തിയാക്കാൻ പറ്റാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഓത്ത് നിർത്തും, എന്നിട്ട് റുക്കൂയിലേക്ക് പോകും. അത്രയും ചിന്തനീയമായ വിഷയമാണ് സൂറത്ത് യൂസുഫിൻ്റേത്. അല്ലാഹു തആല സൂറത്ത് യൂസുഫ് ആരംഭിക്കുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. യാ അബതി ഇന്നി റഅയ്തു അഹദഅശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര ഉപ്പയോട് പറഞ്ഞു, ഉപ്പ,
ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെയും, വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. റഅയ്തുഹും ലി സാജിദീൻ, അവ മുഴുവനും എനിക്ക് സുജൂദ്, സാഷ്ടാംഗം നമിക്കുന്നതായിട്ടാണ്, സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഈ സ്വപ്നം കേട്ട മാത്രയിൽ ഏറ്റവും ഹിക്മത്തുള്ള, ഏറ്റവും ആന്തരിക ജ്ഞാനമുള്ള, ഏറ്റവും നല്ല ബുദ്ധിശാലിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഭാവി മനസ്സിലാക്കിയ പ്രിയപ്പെട്ട പിതാവ് മറുപടി പറഞ്ഞു, മോനെ, യാ ബുനയ്യ ലാ തഖുസ്സുസ് റുയാക അലാ ഇഖ്വതിക, ഒരിക്കലും നീ കണ്ട ഈ സ്വപ്നം നിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞേക്കരുതേ. ഫക്കീദു ലക കൈദ, കാരണം നിന്നെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, കാരണം ശൈത്താൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ പഠിപ്പിക്കുന്നത്, കണ്ടതെല്ലാം എല്ലാവരോടും പറയരുത്, കേട്ടതെല്ലാം എല്ലാവരോടും പറയരുത്, ഉള്ളതെല്ലാം എല്ലാവരോടും പറയരുത്. നിങ്ങളുടെ നന്മ ഉദ്ദേശിക്കുന്നവരോട് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്ന വലിയൊരു തത്വജ്ഞാനം, വലിയൊരു ജീവിത വിജയത്തിൻ്റെ പാഠവും യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ പഠിപ്പിക്കുകയാണ്. കാരണം ഈ സ്വപ്നത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, വലിയ സ്ഥാനമാനങ്ങൾ, അത് തൻ്റെ സഹോദരന്മാരെ അസൂയാലുക്കളാക്കും. അവർ മോനെ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കും, നിന്നെ വഞ്ചിക്കും, അതുകൊണ്ട് നീ പറഞ്ഞേക്കരുതെന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വലിയ പാഠങ്ങൾ അതിലുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുമേധയ അസൂയാലുക്കളായ ജ്യേഷ്ഠന്മാർ അവർ പറഞ്ഞു, ല യൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്ന വനഹ്നു ഉസ്ബ, യൂസുഫും അവരുടെ സഹോദരനായ ബിന്യാമീനും നമ്മുടെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ അത്ര ഇഷ്ടം അവർക്കില്ല. നമ്മളാണെങ്കിലോ വനഹ്നു ഉസ്ബ, നല്ല ശക്തിയുള്ളൊരു സംഘമാണ് നാം. ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ, നമ്മുടെ ഉപ്പ ഇപ്പോഴും ആ പഴയ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേട് തരത്തിലാണ് ഈ വിഷയത്തിലുള്ളത്. അസൂയയിൽ നിന്ന് ഉത്ഭവിച്ച അവരുടെ ചിന്തകളെ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എന്നിട്ടവർ മാരകമായ ആക്രമണത്തിന് പ്ലാൻ ചെയ്തു. ഉഖ്തുലു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ കൊല്ലുക. അവിത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഭൂമിയിൽ അവനെ കൊണ്ടുപോയി ഒഴിവാക്കുക. എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും, നിങ്ങളെ ഉള്ള സ്നേഹം പിതാവിന് കിട്ടും, അവൻ്റെ ശല്യം ഒഴിവായി കിട്ടുമെന്ന രീതിയിൽ അവരെ കൂട്ടത്തിലൊരാൾ സഹോദരന്മാരോട് ഉപദേശിക്കുകയും, ഉത്തക്കൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ, യൂസുഫ് ഒഴിവായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലവരായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഈ അസൂയയുടെ ഏറ്റവും വലിയ ശത്രുത അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ കൊണ്ടുപോയി അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ പൊട്ടക്കണ്ണിലെറിഞ്ഞ സുദീർഘമായ സംഭവം നമുക്കറിയാം. ഇത് കാരണം ഉബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി വഹുവ കദീം, കാലങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട വാത്സല്യനിധിയായ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുകൾ കരഞ്ഞ് 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 വെളുത്തുപോയി. ദുഃഖം കാരണം വഹുവ കദീം, എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ആ പ്രിയപ്പെട്ട പിതാവ് കാലങ്ങൾ കഴിച്ചുകൂട്ടി. എത്രത്തോളം
ആ സഹോദരന്മാർ പറഞ്ഞു, തല്ലാഹി തഫ്തൗ തദുക്കുറു യൂസുഫ, ഉപ്പ നിങ്ങളെപ്പോഴും യൂസുഫിൻ്റെ ചിന്തയിൽ തന്നെയാണല്ലേ, എത്താ തെക്കൂന ഹെർലൻ, നിങ്ങൾ അവശനാകുന്നത് വരെ, ഔ തെക്കൂന മിനൽ ആരിക്കീൻ, അല്ലെങ്കിൽ മരണം വരെ നിങ്ങൾ ഈ ചിന്തയിലായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന പിതാവ് തൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസിനി, എൻ്റെ വേവലാതിയും എൻ്റെ സങ്കടങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത് റബ്ബിനോടാണ് ഞാൻ പറയുന്നത്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എനിക്കറിയാം എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ എൻ്റെ റബ്ബിനോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിനെക്കുറിച്ച് സയ്യിദുനാ യാക്കൂബ് അലൈഹി സ്വലാം വെച്ച് പുലർത്തിയ യഖീൻ, ദൃഢത, അത് നമുക്ക് ഈ സൂറത്ത് തരുന്ന ഏറ്റവും നല്ല പാഠമാണ്. എന്ത് വിഷമങ്ങളും ബേജാറുകളും സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് വിഷമങ്ങൾ സമർപ്പിക്കുക. അള്ളാഹുവിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യം ഏൽപ്പിച്ചു. ഫല്ലാഹു ആഫിളൻ വഹുവ അർഹമുർ റഹീമീൻ, എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കാര്യം എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവനാണ് എല്ലാം സൂക്ഷിക്കേണ്ടവനും സംരക്ഷിക്കേണ്ടവനും, അവനാണ് അർഹമുർ റഹീമീൻ. അല്ലാഹു തആല ഈ ദൃഢവിശ്വാസം കൊണ്ട്, ഈ ഈമാന് കൊണ്ട്, ഈ നല്ല യഖീന് കൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളെ ഒന്നിപ്പിക്കുകയും നല്ല സുന്ദരമായ കുടുംബജീവിതം, അവർ നല്ല അധികാരത്തോടുകൂടെ ഈ ലോകത്ത് ഇസ്സത്തോടെ ജീവിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തത് പ്രിയപ്പെട്ട ഉപ്പയുടെ ഈ ഈമാനും യഖീനും ദൃഢതയുമാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിൽ സുസ്ഥിരതയും സന്തോഷവും സമാധാനവും നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും നല്ല ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാവണമെങ്കിൽ നമുക്ക് റബ്ബിൽ യഖീന് വേണം. രക്ഷിതാക്കളായ പിതാക്കളായ നാം ആ വിഷയത്തിൽ മാതൃകാ യോഗ്യരായിരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം ക്ഷമയാകുന്ന ആ വലിയൊരു കയറാണ് മുറുകെ പിടിച്ചത്. ഫസബുറുൻ ജമീൽ. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ക്ഷമയെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് വളരെ സുന്ദരമായ ക്ഷമയായിരുന്നു ആ ക്ഷമ. ഇത്ര കാലങ്ങളോളം ആരോടും വേവലാതി പറയാതെ യാക്കൂബ് നബി അലൈഹി സ്വലാം ക്ഷമയെന്ന ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. സല്ലല്ലാഹു യഅ്തിനി ബിഹിം ജമിയ. അപ്പോഴും യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രതീക്ഷ റബ്ബിലാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, സല്ലല്ലാഹു യഅ്തിനി ബിഹിം ജമിയ, എൻ്റെ പൊന്നാര മക്കളെ മുഴുവനും എനിക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തന്നേക്കാം. പ്രതീക്ഷ അസ്തമിക്കാത്ത ക്ഷമ, ക്ഷമയുടെ പാഠം. മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ അവരെ പരിപാലിക്കണം, എങ്ങനെ അവർക്ക് മാതൃകയാകണം, എങ്ങനെ അവർക്ക് നല്ല ജീവിതം കൊടുക്കണം, എങ്ങനെ അവരുടെ ഭാവി സംരക്ഷിക്കണം എന്നതിൻ്റെ രഹസ്യം ക്ഷമയാണെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പഠിപ്പിക്കുകയാണ്. ഓരോ രക്ഷിതാവും ക്ഷമാശീലരായാൽ ആ കുടുംബം സ്വർഗസമാനമായിരിക്കും. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ ആ അതുല്യമായ ക്ഷമ കൊണ്ട് വലിയൊരു മാതൃകാപരമായ കുടുംബത്തെയും രാഷ്ട്രത്തെയും കെട്ടിപ്പടുക്കുകയായിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ലാ തയഅ്സു മിൻ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസം, അള്ളാഹു തരുന്ന സമാധാനം, അതിലൊരിക്കലും നിങ്ങൾ ആശമുറയാൻ പാടില്ല. അള്ളാഹു തരുന്ന ആശ്വാസത്തിലും ക്ഷമയിലും നിങ്ങളൊരിക്കലും ആശമുറയാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ ആശ്വാസത്തെയും റഹ്മത്തിനെയും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം വലിയ അധികാരത്തിലേക്കെത്തി. ജ്യേഷ്ഠന്മാർ പ്രിയപ്പെട്ട അനുജനെ കണ്ടുമുട്ടി. ഖാലൂ ഇന്നക ലഅൻത യൂസുഫ്. അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളെ നശിപ്പിക്കാൻ, ഞങ്ങൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി ഒഴിവാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ യൂസുഫാണെന്നവർക്ക് മനസ്സിലായപ്പോൾ
അവർ പറയുകയാണ്, ഇന്നക്കല അന്ത യൂസുഫ്, മോനെ നിങ്ങളാ യൂസുഫ്? ഖാല അന യൂസുഫ്, ഞാനാണ് യൂസുഫ്. വഹാദ അഖീ ഖദ് മന്നല്ലാഹു അലൈന, ഇത് ബിന്യാമീൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. അള്ളാഹു ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ സന്തോഷം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ ചെന്ന് പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞു, ഉപ്പാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ യൂസുഫിനെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. മിസ്റിൻ്റെ അധികാരത്തിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ട ഉപ്പയുടെ മകനുള്ളത് എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ച തൻ്റെ ഖമീസ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്തിട്ടപ്പോൾ ഫർത്തദ്ദ ബസീറ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നഷ്ടപ്പെട്ടു പോയ, കൊല്ലങ്ങളോളം കരഞ്ഞ് നഷ്ടപ്പെട്ടു പോയ കലങ്ങിയ കണ്ണുകളിൽ കാഴ്ച തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ്. ക്ഷമയുടെ പകരമായി അള്ളാഹു വലിയ സന്തോഷത്തിലേക്ക് ആ പ്രിയപ്പെട്ട പിതാവിനെ എത്തിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട ഉപ്പയും തൻ്റെ മക്കളെല്ലാം അർഷി മിസ്റിലെത്തി. രാജാധികാരത്തിൻ്റെ സോപാനത്തിൽ, ആ സിംഹാസനത്തിൽ ഉപ്പയെയും മക്കളെയും ജ്യേഷ്ഠന്മാരെയും ഒക്കെ അവിടെ കയറ്റി. വഖറൂലഹു സുജ്ജദ, ഉപ്പയും യാക്കൂബ് നബി അലൈഹി സ്വലാമും സിംഹാസനത്തിലിരിക്കുമ്പോൾ ആ സഹോദരന്മാർ സുജൂദിനായി വീണു, സാഷ്ടാംഗം നമിച്ചു. കഴിഞ്ഞ അപരാധങ്ങൾക്ക് മാപ്പെന്നോണം ആ പ്രിയപ്പെട്ട സഹോദരന്മാർ സാഷ്ടാംഗം സുജൂദിലായി വീണപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാബത്തി, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതാ തഅ്വീലു റുഇയായ, ഇതാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. മിൻ ഖബലു, വളരെ മുമ്പ് ഞാൻ കണ്ട, ഖദ് ജാലാ റബ്ബി ഹക്ക, അതെൻ്റെ റബ്ബ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഉപ്പ. വളരെ സന്തോഷത്തോടുകൂടെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ മിസ്റിൻ്റെ അധികാരത്തിലെത്തിയ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ-യൗം, ഇന്ന് നിങ്ങൾക്ക് പ്രതികാരമില്ല, കുറ്റമില്ല, ആക്ഷേപമില്ല. അധികാരം കിട്ടുമ്പോൾ ഒരിക്കലും ഒരാളും അക്രമിയാവരുത്. അധികാരം കിട്ടുമ്പോൾ സ്വച്ഛാധിപതിയാകരുത്. അധികാരം കിട്ടുമ്പോൾ ഒരിക്കലും ഒരാളും ദുസ്വഭാവിയാകരുത്. എല്ലാവരോടും ആ അധികാരം കൊണ്ട് നന്മ ചെയ്യാൻ, ക്ഷമിക്കാൻ, എല്ലാവർക്കും കരുണ കൊടുക്കാൻ കഴിയണം. ഈ വലിയൊരു പാഠവും സൂറത്ത് യൂസുഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം അൽ കരീം ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യനായ പിതാവിൻ്റെ മകൻ, മാന്യനായ പിതാവിൻ്റെ മകൻ, മാന്യനായ പിതാവിൻ്റെ മകൻ. തൻ്റെ പരമ്പരയെല്ലാം മാന്യന്മാരുടെ പരമ്പരയാണ്, നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും പരമ്പരയാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധനായ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, സ്നേഹമസൃണമായ സ്വഭാവമുള്ള കുടുംബത്തിൻ്റെ നാഥനായ യൂസുഫ് അലൈഹിസ്സലാം, അഭിമാനമുള്ള യൂസുഫ് അലൈഹിസ്സലാം, തത്വജ്ഞാനിയായ യൂസുഫ് നബി അലൈഹിസ്സലാം, ലോകത്തെ നിയന്ത്രിക്കാൻ കൽപ്പുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം, എല്ലാവർക്കും തൻ്റെ കഠിന ശത്രുക്കൾക്ക് പോലും മാപ്പ് നൽകാൻ സന്മനസ്സുള്ള സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബിയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അതുകൊണ്ട് ഫഖറു സൂറത്തഹു, ആ തിരുനബിയുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. വഅമലു ബിഖീമത്തിഹ, അതിൻ്റെ മൂല്യത കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം, ജീവിക്കണം. വഗരിസു ഹുബ്ബ തഅല്ലുമിൽ ഖുർആൻ ഫി ഖുലൂബി അബ്നായിക്കും, നിങ്ങളുടെ പൊന്നോമന മക്കളുടെ കൽബുകളിൽ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ആ മഹാത്മ്യം, ഖുർആനോടുള്ള സ്നേഹം നിങ്ങൾ ഊട്ടിയുറപ്പിക്കണം. നിങ്ങൾ വിത്തുകൾ പാകണം. ലിയകൂനു മിൻ ഖൈരിന്നാസി മൻസിലത്തൻ മിൻ ഇൻദില്ല, എന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടും.
ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അഷ്റഫുൽ ഖൽഖായ ഷഫീഉന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതർ, ഏറ്റവും ഉത്തമർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഉന്നതരിൽപ്പെടാൻ കഴിയും. സൂറത്ത് യൂസുഫിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ വ്യക്തമായി ഓതാൻ, നന്നായി ഓതാൻ അറിയുന്നവർ, ഖുർആനിൽ പരിജ്ഞാനമുള്ളവർ, മഅ സഫറത്തിൽ കിറാമിൽ ബററ, അല്ലാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഉന്നതരായ മഹാന്മാരോടുകൂടെയാണവർ. അതുകൊണ്ട് തന്നെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും തൻ്റെ സഹോദരന്മാരുടെയും ഒക്കെ ചരിത്രത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകൻ ഉപ്പയുടെയും ചരിത്രങ്ങളിൽ ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങളുണ്ട്. മാക്കാന ഹദീസൻ യുഫ്തറ, അതാരെങ്കിലും മെനഞ്ഞുണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ കള്ളക്കഥയല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, മുൻകഴിഞ്ഞു പോയ ഗ്രന്ഥങ്ങളെല്ലാം ഉദ്ഘോഷിച്ച ഏറ്റവും സത്യസന്ധമായ ചരിത്രമാണത്. തഫ്സീൽ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെയും വിശദീകരണവുമാണത്. ഹുദൻ, അത് സന്മാർഗമാണ്. റഹ്മത്തൻ, കാരുണ്യമാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ സേവനങ്ങൾ, ഖുർആൻ അവാർഡുകൾ, ഖുർആനുമായി ബന്ധപ്പെടാൻ ലോകത്തെ ക്ഷണിക്കുന്ന പദ്ധതികൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആൽ മക്തൂം, യുടെ വൈസ് പ്രസിഡൻറ്റും ദുബൈ ഭരണാധികാരിയുമായ മഹാനവറുകളുടെ നിതാന്ത ശ്രമങ്ങൾ പരിശുദ്ധ ഖുർആൻ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർവഹിക്കുന്ന നിസ്സീമമായ, നിഷ്കാമമായ, നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ, അത് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും അള്ളാഹു ഖുർആൻ്റെ ഹിഫ്ളും കാവലും ആ ഖുർആനിൽ ജീവിക്കാനുള്ള തൗഫീഖും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആനിലൂടെ ഈ ദുനിയാവും നാളെ പരലോകവും കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്തിലായി സ്വർഗ്ഗലോകത്തൊരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബാദികൾ, സ്നേഹജനങ്ങൾ, ജാമിയ സഅദിയെ പോലുള്ള മുസ്ലിം ലോകത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ദീനിൻ്റെ കേന്ദ്രങ്ങൾ, അതിന് നേതൃത്വം നൽകുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, എല്ലാ മുഅ്മിനുനാത്തുകൾ കുഞ്ഞുമക്കൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.